പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2025 ആണ്ടിൻ്റെ അവസാനത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും ഒരാണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതുവാനിടയായി. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നമ്മുടെ ആവേശ തലമുറകളിൽ നിന്നും എണ്ണത്തിൽ കുറഞ്ഞു പോകുവാനിട വരാതെ ദൈവം അവിടെ എവിടെയായി സൂക്ഷിച്ച് പരിപാലിക്കുവാനിടയായി. ആമേൻ, സ്തോത്രം. അനേകർ ഹോസ്പിറ്റലുകൾ അഭയം പ്രാപിച്ചപ്പോൾ, വഴിയമ്പലങ്ങളിൽ അഭയം പ്രാപിച്ചപ്പോൾ, ആമേൻ, പലവിധമായ അനർത്ഥങ്ങളിലും ആപത്തുകളിലും ആമേൻ എത്തിപ്പെട്ടപ്പോൾ, ആമേൻ, എന്തിനേറെ ആത്മഹത്യകളിൽ കൂടെ പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, നമ്മേക്കാൾ സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസമുള്ളവരും ആമേൻ യോഗ്യത പറഞ്ഞവരെല്ലാം നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരും ഈ ലോകത്ത് നിന്ന് എത്രയെത്ര പ്രിയപ്പെട്ടവരാണ് പലവിധമായ ആമേൻ സ്തോത്രം പ്രതികൂലങ്ങളിൽ കൂടെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നമ്മെ സർവശക്തനായ ദൈവം കൺമണി പോലെ പരിപാലിക്കുവാനിടയായി. ആഹാരം നൽകി, ആയുസ് നൽകി, വസ്ത്രം നൽകി, എല്ലാ നന്മകളെ നൽകി ദൈവം നമ്മെ പരിപാലിക്കുവാനിടയായി. ആമേൻ. തിരുവചനം പറയുന്നു, ആമേൻ സ്തോത്രം, സങ്കീർത്തനം 49 പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനുള്ള പ്രത്യേകത മനുഷ്യന് വിവേകബുദ്ധി ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ മനുഷ്യൻ ആത്മാവായ ദൈവത്തോട് ബന്ധപ്പെടേണ്ടതിനായി മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ആത്മാവിനെ പകരുവാനിടയായി. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ട മനുഷ്യൻ വിവേകബുദ്ധി ഇല്ലാത്തവരായി തീർന്ന് മൃഗത്തെക്കാളും അധംപതിച്ച് ആമേൻ നികൃഷ്ടരായി തീർന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. അപ്പനെ അനുസരണയില്ല, അമ്മയോട് ബഹുമാനമില്ല, ആമേൻ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ല, മക്കളെ ആമേൻ സ്തോത്രം ആമേൻ കരുതാത്ത മാതാപിതാക്കൾ, എന്തിനേറെ ആമേൻ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, അങ്ങനെ നിരവധി നികർത്ത ആമേൻ സ്തോത്രം ആമേൻ അനുഭവങ്ങളിൽ കൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ വിവേകത്തോടെ ജീവിക്കണമെന്നും ദൈവത്തെ അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങി പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള എല്ലാ വഴികളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും വഞ്ചകനായ സാത്താന്റെ കെണിയിൽ കുടുങ്ങി വകതിരിവും വിവേകവും പ്രാപിക്കാതെ ജനകോടികൾ ഇന്നും നശിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും പല തരത്തിലുള്ള പാപ ജീവിതങ്ങളിൽ കൂടെ മനുഷ്യൻ ഓരോ ദിനവും നശിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ല വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടി ജീവിക്കുന്ന അനേക മാന്യന്മാരും കാലക്രമത്തിൽ നശിച്ചുപോയ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. വിവേകം പ്രാപിച്ചവർക്ക് സവിശേഷമായ അനവധി വിശേഷതകളുണ്ട്. വിവേകം എന്താണെന്ന്, അത് എങ്ങനെ പ്രാപിക്കാമെന്നും വിവേകം പ്രാപിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും എന്തെല്ലാമാണെന്നും ദൈവവചനത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ കഴിയും. യോസഫിനെ സഹോദരന്മാർ വിൽക്കുകയും പോത്തിഫർ കാരാഗ്രഹത്തിലാക്കുകയും ചെയ്തുവെങ്കിലും ദൈവിക പദ്ധതിയാൽ ഫറവോൻ യോസഫിന്റെ വിവേകം തിരിച്ചറിയുവാനിടയായി. ഫറവോൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇസ്രായേലിൽ എത്രത്തോളം ഉയരാമോ അത്രത്തോളം ഉന്നത പദവിയിൽ യോസഫിന് എത്തിച്ചേരുവാൻ കഴിഞ്ഞത് അവനിലുള്ള വിവേകമായിരുന്നു. ആമേൻ. ഇസ്രായേലിന്റെ മധുരഗായകനും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനുമായിരുന്ന ദാവീദിന്റെ ജീവിതത്തിൽ ചുരുക്കം ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും താൻ ഇസ്രായേലിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായതിന് പിന്നിൽ ദൈവഭക്തിയോടും വിവേകത്തോടും കൂടിയ ഒരു ജീവിതം തനിക്കുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ഏറ്റവും പ്രിയ ദൈവത്തിന്റെ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പിന്നിൽ തൻ്റെ വിവേകം തന്നെയായിരുന്നു. ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനുമായിരുന്ന ലൂസിഫർ വെട്ടേറ്റ് നിലത്തി വീഴുവാൻ കാരണം തൻ്റെ വിവേകം നഷ്ടപ്പെട്ടതും നികൃഷ്ട സാത്താനായി തീരുവാനും കാരണം തന്നിൽ അഹങ്കരിച്ച പാപമായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനായിരുന്നു ശലോമോൻ. എന്നാൽ മഹാജ്ഞാനിയും
മാന്യനുമായ മനുഷ്യൻ വിവേകഹീനനായി തീർന്നു, നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി അസ്തമിച്ചു. ഏലീശയുടെ ശുശ്രൂഷകനായിരുന്ന യേഹസിയുടെ അനുഭവം മറിച്ചായിരുന്നില്ല. തൻ്റെ യജമാനന് ലഭിച്ചിരുന്ന എല്ലാ മാന്യതകളും തനിക്കും അവൻ ലഭിച്ചിരുന്നു. താൻ അതിൻ്റെ പങ്കാളിയുമായിരുന്നു. ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്നല്ലോ ഏലീശ. യേഹസി നയമാന്റെ പുറകെ ഓടി പണം സമ്പാദിച്ച് നശിച്ചു പോകാതെ ഇരുന്നിരുന്നുവെങ്കിൽ അവന് ഒരുപക്ഷെ ഏലീശയെ പോലെ താനും അടുത്തൊരു നല്ലൊരു പ്രവാചകനായി മാറി തീർന്നതിന്, നല്ലൊരു ദൈവഭക്തനായി ദൈവിക ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു യേഹസി. എന്നാൽ തൻ്റെ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ താൻ കുഷ്ഠരോഗിയായി. അതുമാത്രമല്ല, തൻ്റെ കുടുംബത്തെ ഒന്നടങ്കം ആ രോഗത്തിന് ശാപമാക്കി തീർക്കുവാനും തൻ്റെ വിവേകം നഷ്ടമായത് കാരണമായി തീർന്നു. യേഹസിക്ക് നല്ലൊരു യജമാന സ്ഥാനം ലഭിക്കുമായിരുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ പ്രഭാതം അനേകർ നശിച്ചു കൊണ്ടിരിക്കുന്നത് വിവേകം നഷ്ടപ്പെടുമ്പോഴാണ്. ആമേൻ, സ്തോത്രം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. മൃഗങ്ങൾക്ക് ഇന്ന് മനുഷ്യൻ ഓരോ ദിവസവും മൃഗത്തിന് തുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ, ഭർത്താവിൻ്റെ മുന്നിൽ, സഹോദരങ്ങളുടെ മുന്നിൽ, മാതാപിതാക്കളുടെ മുന്നിൽ മൃഗത്തെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നോക്കി ദൈവം ഹല്ലേലൂയ തന്നെ സൃഷ്ടിച്ചത് ഓർത്ത് ദൈവം അനുദപിച്ചുകൊണ്ട് ഓരോ ദിനവും നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരൻ പാടുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ. ലൂസിഫർ മാനത്തോടിരുന്ന മനുഷ്യനായിരുന്നു. ഏറ്റവും ഉന്നതങ്ങളിലിരുന്ന മനുഷ്യനായിരുന്നു. തൻ്റെ വിവേകം നഷ്ടമായപ്പോൾ താൻ ഒരു വലിയ ഹല്ലേലൂയ സാത്താന് തുല്യമായി നശിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, ലോകത്തെ നശിപ്പിക്കുന്ന സാത്താനായി തീരുമാനിടുകയാണ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വിവേകം നഷ്ടമാകുന്നു. വിവേകം എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും? അത് ജ്ഞാനിയായ ജ്ഞാനം നൽകുന്ന വിവേകം നൽകുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം അറിയാതെ ഹല്ലേലൂയ നമുക്ക് ജ്ഞാനം പ്രാപിക്കുവാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? മാനത്തോടിരിക്കുവാൻ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? വിവേകഹീനനാകാതെ നാം നശിച്ചു പോകാതെ, മൃഗങ്ങൾക്ക് തുല്യനായി തീരാതെ ഇന്ന് പ്രഭാതം നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, വരുമാണ്ടുകളിൽ ഞങ്ങൾ ജ്ഞാനത്തോടെ, വിവേകത്തോടെ, കർത്താവേ മാനത്തോടെ ഞങ്ങളായിരിക്കാൻ സ്വർഗം കൃപ ചെയ്യണം. ഈ ഭൂമിയിൽ അനേകർ വിവേകഹീനരായി നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി ജീവിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ ദൈവകൃപയോടുകൂടി നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ജ്ഞാനത്തോടെ ഞങ്ങൾ സംസാരിപ്പാൻ, വിവേകത്തോടെ മറ്റുള്ളവരുടെ പെരുമാറുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസന്മാരും വാത്സല്യ കുഞ്ഞുങ്ങളെയും ഹൃദയത്തിൻ്റെ ആഴമേറിയ നന്ദിയും സ്നേഹത്തെയും പ്രാർത്ഥനയും അറിയിക്കുന്നു. അതിനോടൊപ്പം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നതാ. ഈ പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും.